കുന്നംകുളം മുൻ എംഎൽഎയും സിപിഎം നേതാവുമായ ബാബു എം പാലുശ്ശേരി അന്തരിച്ചു. 67 വയസ്സായിരുന്നു. പാർക്കിൻസൺ രോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണം. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകും. നടരാജ്, കുന്നംകുളം മുൻ എംഎൽഎയാണ് ബാബു എം പാലുശ്ശേരി. എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം? ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ബാബു എം പാലുശ്ശേരി അന്തരിച്ചത്. ദീർഘകാലമായി അദ്ദേഹം വിവിധ രോഗങ്ങളെ കൊണ്ട് ചികിത്സയിലായിരുന്നു. പാർക്കിൻസൺസ് രോഗത്തിന് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയതാണ്. അദ്ദേഹത്തിന്റെ നില കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി വളരെ മോശമായതിനെ തുടർന്ന് അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ വിയോഗം ആശുപത്രിയിൽ നിന്നും അറിയിച്ചിരിക്കുന്നത്. 2006-ലും 2011-ലും കുന്നംകുളത്തെ എംഎൽഎ ആയിരുന്നു അദ്ദേഹം. CPIM-ന്റെ കുന്നംകുളം ഏരിയ സെക്രട്ടറി, DYFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി, തൃശൂർ ജില്ലാ സെക്രട്ടറി, CI2-ന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ്, ലൈബ്രറി കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം തുടങ്ങി നിരവധി മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. കുന്നംകുളത്തെയും കടവല്ലൂർ പഞ്ചായത്തിലെയും ഒക്കെ തന്നെ ഇടതു പ്രസ്ഥാനങ്ങളുടെ ശക്തി കേന്ദ്രമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചൊരു വ്യക്തിത്വം കൂടിയാണ് ബാബു എം പാലുശ്ശേരിയുടേത്. ഇടവിട്ട് മുന്നണികളെ മാറി പരീക്ഷിക്കുന്ന ഒരു പതിവ് മതിയാക്കി കുന്നംകുളം തുടർച്ചയായ ഒരു ഇടതുപക്ഷത്തിന്റെ മണ്ഡലമായി മാറുന്നതും ബാബു എം പാലുശ്ശേരിയുടെ ഒരു വരവോട് കൂടിയാണെന്ന് പറയാം. എന്തായാലും 2006-ൽ വി ബലറാമിനെ പരാജയപ്പെടുത്തിയും പിന്നീട് 2011-ൽ CP ജോണിനെ പരാജയപ്പെടുത്തിയും അദ്ദേഹം വിജയം ആവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 95-ൽ UDF ശക്തി കേന്ദ്രമായിരുന്ന കടവല്ലൂർ പഞ്ചായത്തിലേക്ക് കൊരട്ടിക്കര വാർഡിൽ നിന്നും വിജയിച്ചാണ് അദ്ദേഹം തന്റെ പൊതുപ്രവർത്തന രംഗത്തെ വരവ് അറിയിച്ചത്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി കുന്നംകുളം ഏരിയ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം നടക്കും. പിന്നീട് നാളെ വീട്ടിലും പൊതുദർശനം നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം വീട്ടുവളപ്പിലാകും സംസ്കാരം നടക്കുക. നടരാജ, കുന്നംകുളത്തുകാരെ സംബന്ധിച്ച്, തൃശൂർ CPM-നെ സംബന്ധിച്ച് എത്ര ജനകീയനായ നേതാവിനെയാണ് നഷ്ടമാകുന്നത്? വളരെ ജനകീയനായ ഒരു നേതാവായിരുന്നു അദ്ദേഹം എന്ന് പറയാം. വിവിധ പൊതു പ്രശ്നങ്ങളിലൊക്കെ തന്നെ വലിയ ഇടപെടൽ അദ്ദേഹം നടത്തി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 95-ൽ UDF ശക്തി കേന്ദ്രമായിരുന്ന കടവല്ലൂർ പഞ്ചായത്തിലേക്കാണ് അദ്ദേഹം കൊരട്ടിക്കര വാർഡിൽ നിന്നും വിജയിച്ച് കയറിയത്. പിന്നീട് പൊതുപ്രവർത്തന രംഗത്ത് അദ്ദേഹം സജീവമാവുന്നതാണ് കണ്ടത്. പിന്നീട് DYFIയുടെ ജില്ലാ സെക്രട്ടറി ആവുന്നതും CPIM-ന്റെ കുന്നംകുളം ഏരിയ സെക്രട്ടറി ആവുന്നതും നമ്മൾ കണ്ടു. 2005-ലാണ് CPIM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം എത്തിയത്. 2006-ൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ആദ്യമായി അദ്ദേഹം നിയമസഭയിൽ എത്തുകയായിരുന്നു. കുന്നംകുളത്തൊരു വികസനം, അതിനൊരു അടിസ്ഥാന ശില പാകിയ ഒരു നേതാവായിരുന്നു അദ്ദേഹം എന്നുകൂടി വേണമെങ്കിൽ പറയാം. മണ്ഡലത്തിലെ സർക്കാർ സ്കൂളുകൾക്ക് ആധുനിക കെട്ടിടങ്ങൾ എത്തിക്കാൻ MLA മുന്നിൽ നിൽക്കുന്നത് നമ്മൾ കണ്ടു. സ്വന്തം താലൂക്ക്, കുന്നംകുളത്തിന് സ്വന്തം താലൂക്ക് എന്നൊരു ആവശ്യത്തിന് ശക്തി പകർന്നുകൊണ്ട് കക്കാട് മിനി സിവിൽ സ്റ്റേഷൻ അദ്ദേഹം സ്ഥാപിച്ചതൊക്കെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമായിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഇടപെടൽ അദ്ദേഹം പല കാര്യങ്ങളിലും നടത്തി. കുന്നംകുളത്ത് CPM ശക്തി പ്രാപിക്കുന്നതിൽ വലിയ നിർണായക പങ്ക് വഹിച്ച നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് ജില്ലയിലെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ കുന്നംകുളത്തെ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു നഷ്ടമാണ് CPM പ്രസ്ഥാനത്തിന് തൃശൂർ ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാം. നടരാജ്, അദ്ദേഹം ഈ അസുഖബാധിതനായെ തുടർന്ന് തന്നെയാണോ ഈ പൊതുപ്രവർത്തനത്തിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നുമൊക്കെ മാറി നിന്നതും? അങ്ങനെ തന്നെയാണ്. 2006-ലും 2011-ലും അദ്ദേഹം വിജയിച്ചു. പിന്നീടാണ് AC മൊയ്തീൻ മത്സരരംഗത്തേക്ക് വന്നതും അദ്ദേഹം ജയിച്ചതിന് ശേഷം അദ്ദേഹം മന്ത്രിയാവുകയും ചെയ്തത്. ഈ സമയത്താണ് പലവിധ രോഗങ്ങളാൽ ബാബു എം പാലുശ്ശേരി ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം വന്നത്. പ്രത്യേകിച്ച് പാർക്കിൻസൺസ് രോഗം വന്നതോടുകൂടി അദ്ദേഹം പൂർണ്ണമായും അവശ നിലയിലേക്ക് പോകുന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നടന്നു. കഴിഞ്ഞ കുറെ മാസമായി അദ്ദേഹം വളരെ അവശ നിലയിൽ തന്നെയായിരുന്നു. ഇടയ്ക്ക് രോഗം വലിയ രീതിയിൽ മൂർച്ഛിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം പതിയെ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരവെയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ വീണ്ടും അവശത കൂടിയത്. പിന്നീടാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. ഇന്ന് രാവിലെ വളരെ മോശ നിലയിലേക്ക് ശാരീരിക അവസ്ഥ പോവുകയായിരുന്നു. തുടർന്ന് ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയായിരുന്നു